എന്റെ രാജ്യത്തെ ന്യൂനപക്ഷം വരുന്ന ജനങ്ങളുടെ വിശ്വാസപരവും സാംസ്കാരികവുമായ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് അപ്പീസ്മെന്റ് അല്ല, അത് സോഷ്യൽ ജസ്റ്റിസ് ആണ്. അത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അത് നിങ്ങളിട്ട ബർമൂഡ മറ്റുള്ളവരിട്ട വള്ളിനിക്കർ ആകില്ല സാർ. നിങ്ങൾ പറയുന്ന അതേ കാര്യം മറ്റുള്ളവർക്കും ആപ്ലിക്കബിൾ ആണ്. ഈ രാജ്യത്തിന്റെ ഈ പറയുന്ന ഐഡന്റിറ്റി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ആവശ്യമാണ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാമജന്മഭൂമി പ്രശ്നത്തിലെ സുപ്രീം കോടതി വിധി അട്ടിമറിക്കുമെന്നും ഇതിനായി ഒരു സൂപ്പർ കമ്മീഷനെ നിയോഗിക്കുമെന്നും രാഹുൽ അടുത്ത അനുയായികളുടെ യോഗത്തിൽ പ്രഖ്യാപിച്ചതായാണ് ആചാര്യയുടെ വെളിപ്പെടുത്തൽ. അമേരിക്കയിലുള്ള ഒരു വ്യക്തിയുടെ ഉപദേശാനുസരണമാണ് രാഹുലിന്റെ പരാമർശമെന്നും ആചാര്യ വെളിപ്പെടുത്തുന്നു. ഹിന്ദു വിരുദ്ധ നിലപാട് കോൺഗ്രസിന്റെ, വിശിഷ്യ രാഹുലിന്റെ നിലപാട് അതല്ലേ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പൊ പണ്ട് കുരിശ് കണ്ട ചെകുത്താൻ എന്നൊരു പ്രയോഗമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ രാമനെ കണ്ട കോൺഗ്രസ് എന്ന് മാറ്റി ആ പ്രയോഗം നമുക്ക് പറയേണ്ടി വരും എന്നാണ് തോന്നുന്നത്. രാമനെ കണ്ട രാഹുൽ എന്ന ആ പ്രയോഗത്തിനെ നമുക്ക് മാറ്റി വിളിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. കാരണം ഈ കോൺഗ്രസ് നേതാക്കള് വളരെ തുടർച്ചയായിട്ട് ഇപ്പൊ രാമജന്മഭൂമിയിൽ അവിടെ രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങിൽ ഉൾപ്പെടെ എന്തൊക്കെ തരത്തിലാണ് ആ സമയത്ത് അവിടെ പോകുന്ന ആൾക്കാർക്ക് ബാന് കൽപ്പിച്ചത്, അവരെ അധിക്ഷേപിച്ചത്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ആരെങ്കിലുമൊക്കെ അവിടേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പോയി കഴിഞ്ഞാൽ അവരെ അധിക്ഷേപിക്കുന്നത് എല്ലാം നമ്മൾ കണ്ടത് തന്നെയാണ്. കോൺഗ്രസിന് അങ്ങനെയുള്ള ഒരു ചരിത്രവുമുണ്ട്. ഇപ്പൊ ആചാര്യ പ്രമോദ് ബാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, ഷാബാനു കേസ് ഇതുപോലെ തന്നെ കോടതി വിധി വന്നതാണ്. ആ കോടതി വിധി വന്നു കഴിയുമ്പോൾ ആ വിധിയെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ഒരു നിയമം പാർലമെന്റിനകത്ത് പാസ്സാക്കുന്നു. കോൺഗ്രസ് ആവർത്തിച്ച് കാലങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, രാഷ്ട്രീയവും മതവും രണ്ടായിട്ട് പോകണം, രാഷ്ട്രീയത്തിൽ മതം ഇടപെടരുത് എന്നുള്ള കാര്യം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതം ഇടപെട്ടത് എവിടെയാണ് ആദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇടപെട്ടിരിക്കുന്നത് ഷാബാനു കേസിലാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു മതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മതത്തിലെ ഒരു വിഭാഗം ആൾക്കാരെന്നേ പറയാൻ കഴിയുള്ളൂ. കാര്യം ആ മതത്തിലെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടല്ല, ആ മതത്തിലെ സ്ത്രീകൾ കോൺഗ്രസിനൊപ്പം ആയിരുന്നില്ല. ആ മതത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിരുന്ന സുപ്രീം കോടതിയുടെ നിലപാടായിരുന്നു, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിയായിരുന്നു ആ മതത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ ആ മതത്തിലെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ ആ മതത്തിലെ മത പണ്ഡിതർക്ക് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് ഇടപെടുകയും മതത്തിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് ഇടപെടുത്തിക്കുകയും ചെയ്തത് ഷാബാനു കേസിലാണ്. അപ്പോൾ കോൺഗ്രസ് മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ള കാര്യം അവർ ആ കേസിൽ തെളിയിച്ചത് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് രാമജന്മഭൂമി വിഷയത്തിലേക്കും വരുന്നത്. രാമജന്മഭൂമി വിധി ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് അട്ടിമറിക്കുവാൻ പോലും അവർ എന്തും ചെയ്യുമെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇത്തരത്തിലൊരു വിധി കോൺഗ്രസ് ആണ് ഇരുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നീതി നടപ്പിലാകും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവർക്ക് സാധ്യമാകുന്ന എല്ലാ തലത്തിലും അവർ ഇടപെടും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഇപ്പൊ ആ കാര്യം തന്നെയാണ് ഇദ്ദേഹത്തിലൂടെ നമ്മളിപ്പോ പുറത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതും. ആചാര്യ പ്രമോദ് അദ്ദേഹത്തിലൂടെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇന്നിപ്പോ രണ്ടുപേര് ഇതേപോലുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ട് രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരു പെൺകുട്ടി, അവരുടെ പേര് ഞാൻ പെട്ടെന്ന് അവരെ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ക്ഷേത്രത്തിൽ പോയതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് നടപടികൾ നേരിടേണ്ടി വരുന്നു, അവരിൽ നിന്ന് അധിക്ഷേപം നേരിടേണ്ടി വരുന്നു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് കോൺഗ്രസിലെ നേതാക്കൾ, ഇപ്പൊ പത്മജ വേണുഗോപാൽ നമ്മുടെ കേരളത്തിലെ തന്നെ മുതിർന്ന മുഖ്യമന്ത്രിയാണെന്ന് ശ്രീ കെ കരുണാകരന്റെ മകളാണ്. അവര് തന്നെ പറയുന്നുണ്ട്, ഒരു ചന്ദനക്കൂറി തൊട്ടിട്ട് ഒരിടത്ത് പോകാൻ കഴിയുന്ന സാഹചര്യമല്ല, പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് അത് പ്രശ്നമാണത്. അപ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് മുതൽ സോണിയാഗാന്ധിയുടെ ഓഫീസ് മുതൽ ഇങ്ങനെ താഴെ വരെ ഇങ്ങനൊരു സംസ്കാരം കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒന്നൊന്നായിട്ട് ആൾക്കാർ അത് പുറത്തു വന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശ്രീ അനൂപേ, താങ്കൾ വളരെ പക്വതയോടുകൂടി ചർച്ചകളിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ താങ്കളെ ഇതുവരെയും കണ്ടിട്ടുള്ളത്. പക്ഷെ താങ്കൾ ഈ വാട്സാപ്പ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ചർച്ചകളിൽ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. കാരണം ഇന്ത്യ ഗേറ്റില് ഈ പറയുന്ന 10,000-കണക്കിന് മുസ്ലിം രക്തസാക്ഷികളുടെ പേര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത്, താങ്കൾക്ക് അതിന്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാണോ താങ്കൾ എവിടെന്നെങ്കിലും വായിച്ചതിനോടോ ഒന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്ന പേരുകൾ 1914 മുതൽ 19 വരെ നടന്ന 1-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സൈനികരുടെ പേരുകളാണ്. ആ സൈനികരുടെ പേരുകളിൽ മുസ്ലിം പേരുകളാണ് കൂടുതൽ. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് താങ്കൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താങ്കൾ സാക്ഷാൽ BR അംബേദ്കറുടെ പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ താങ്കൾക്ക് മനസ്സിലാവും. കാരണം 1857 1-ാം സ്വാതന്ത്ര്യ സമരം കഴിയുന്നതിന് ശേഷം ഹിന്ദുക്കളെ വിശ്വാസമില്ലാതെ വന്ന ബ്രിട്ടീഷുകാർ സൈന്യത്തിലേക്ക് കൂടുതലായിട്ട് മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാരെ തിരികെ കയറ്റിയെന്നും നാളെ ഈ ഒരു രാജ്യം വിഭജിക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് വലിയൊരു തലവേദനയായി മാറും, നമുക്ക് സൈനികരെ ലഭിക്കാത്ത അവസ്ഥ വരുമെന്നും അംബേദ്കർ ആശങ്കപ്പെടുന്നത് താങ്കൾക്ക് ആ പുസ്തകത്തിനകത്ത് തന്നെ വായിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവിടെ മുസ്ലിം പേരുകൾ കൂടുതൽ വന്നിരിക്കുന്നത്. അല്ലാണ്ട് അവിടെ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ പേരുകളല്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം താങ്കൾ ആവർത്തിച്ച് പറയുകയാണ്, നരേന്ദ്രമോദിയെ പുകഴ്ത്തിയതിന്റെ പേരിൽ ഇദ്ദേഹത്തെ പുറത്താക്കി. നരേന്ദ്രമോദിയെ പുകഴ്ത്തിയതിന്റെ പേരിലല്ല,
ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയിനകത്ത് ഈ ആചാര്യ പ്രമോദ് കൃഷ്ണത്തിന് എന്തിനാണ് പാർട്ടി പുറത്താക്കി എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് എക്സ്പെൽഡ് ആചാര്യ പ്രമോദ് കൃഷ്ണൻ ഫ്രം പാർട്ടി ഫോർ ഇൻഡിസിപ്ലിൻ ആൻഡ് ആന്റി പാർട്ടി ആക്ടിവിറ്റീസ് ഡേയ്സ് ആഫ്റ്റർ ഹി ക്രിട്ടിസൈസ്ഡ് പാർട്ടി ലീഡർഷിപ്പ് ഫോർ സ്കിപ്പിംഗ് രാംലല്ലാസ് കോൺസിക്രേഷൻ സെറിമണി ഇൻ അയോധ്യ ആൻഡ് ടേം ദ ഡിസിഷൻ ആസ് ആന്റി ഹിന്ദു. കോൺഗ്രസിന്റെ ഡിസിഷൻ ആന്റി ഹിന്ദു ഡിസിഷൻ ആണെന്നും അവിടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മാറി നിന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കിയെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത കിടക്കുന്നത്. ഞാൻ ഈ നോക്കിയ വാർത്തകളിൽ മുഴുവനും ഇദ്ദേഹത്തെ പുറത്താക്കിയതിന്റെ റീസൺ ആയിട്ട് ഇതാണ് കാണുന്നത്. ഇനി ഇദ്ദേഹം ഇതിന്റെ കൂട്ടത്തിൽ നരേന്ദ്രമോദിജിയെ പുകഴ്ത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ താങ്കൾ BJP ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്ന് പറഞ്ഞു. കോൺഗ്രസ് എന്താണ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? കോൺഗ്രസ് മുസ്ലിം വിരുദ്ധ പാർട്ടിയാണോ മുസ്ലിം അനുകൂല പാർട്ടിയാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം മുത്തലാഖിന്റെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽ ഒരു 50